ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. രണ്ട് പാർട്ടികളും നടത്താനിരുന്ന സഖ്യ ചർച്ചകൾ ഇനി ഉണ്ടായേക്കില്ല എന്നാണ് സൂചനകൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യാനാകില്ലെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം കോൺഗ്രസ് പുറത്തുവിട്ടതാണ് ഇപ്പോൾ CPM-നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആഗസ്റ്റിൽ നടക്കുന്ന അടുത്ത യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് CPM-ന്റെ തീരുമാനം. ഇരു പാർട്ടികൾക്കിടയിലും നിലനിൽക്കുന്ന ശീതയുദ്ധം പരിഹരിക്കാൻ ചർച്ച ആകാമെന്ന് ജൂൺ 8-ലെ യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യത മങ്ങുകയാണ്. രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു സമവായ ചർച്ചകൾക്ക് ജോൺ ബ്രിട്ടാസിനെ താൽപര്യം അറിയിച്ചത്. അതിനിടെയാണ് രാഹുൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടത്. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ താൻ തയ്യാറല്ലെന്നും അദ്ദേഹവുമായി വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. പ്രാദേശികമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകാൻ. എന്നാൽ ഇന്ത്യ എന്ന ആശയം പ്രതിരോധത്തിലാകുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടാകും. അത്തരം സാഹചര്യത്തിൽ DMK-യോടും കൈകോർക്കാനാകും എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJP-യുടെയും RSS-ന്റെയും വീക്ഷണങ്ങളോട് കോൺഗ്രസിന് കടുത്ത വിയോജിപ്പാണ് ഉള്ളതെന്നും തല വെട്ടേണ്ടി വന്നാലും RSS-ന് മുന്നിൽ തല കുനിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ ഇടത് നേതാക്കൾ രംഗത്ത് വന്നു. താനും രാഹുലും കാണുമ്പോൾ പരസ്പരം വണങ്ങുകയാണ് ചെയ്യാറെന്നും എന്നാൽ രാഹുൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും പിണറായി വിജയൻ മറുപടി നൽകി. ഒരു സഖ്യത്തിന്റെ നേതാക്കൾ പരസ്പരം വിമർശനം ഉന്നയിക്കുമ്പോൾ മര്യാദ പാലിക്കണം എന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും പറഞ്ഞു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സംഘപരിവാറിന്റെ നേതാവാണ് നരേന്ദ്രമോദിയെന്നും ആ മോദിയെ ആലിംഗനം ചെയ്യാൻ താങ്കൾക്കൊരു മടിയുമില്ലേ എന്നുമാണ് AA റഹീം ചോദിച്ചത്. യോഗത്തിലെ മറ്റു പ്രസംഗങ്ങൾ കൂടി പുറത്തുവിടണം എന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MP-യുടെ ആവശ്യം. യോഗത്തിലെ 5% ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നും ബ്രിട്ടാസ് പറയുന്നു. രാഹുൽ ഗാന്ധിയെ ആരോ കബളിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹമെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു. CPM-ന്റെ കൂടെ പിന്തുണയോടെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നതെന്നും ബ്രിട്ടാസ് ഓർമ്മപ്പെടുത്തി. RSS-നെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ രാഹുലിന്റെ സർട്ടിഫിക്കറ്റ് ഇടതുപക്ഷത്തിനും CPM-നും വേണ്ട. BJP-യെ നേരിടാൻ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഉണ്ടാകണം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ഉത്തരവാദിത്വം കൂടും. കോൺഗ്രസ് ആരുടെ സന്തോഷത്തിനായാണ് പ്രവർത്തിക്കുന്നത് എന്നും വെറും 2 സീറ്റിന് വേണ്ടിയാണ് കോൺഗ്രസ് DMK-യെ ഒഴിവാക്കിയതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. 2004-ൽ 63 MP-മാരുമായി തങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയത് BJP-യെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ്. BJP-യെയും RSS-നെയും നേരിടാൻ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ ആർജവം വേണമെന്നും കൂടെ ബ്രിട്ടാസ് പറയും. ഇടയ്ക്കിടെയുള്ള ഒത്തുകളികൾ ഗുണകരമല്ല എന്ന അഭിപ്രായം തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും NCP നേതാവ് സുപ്രിയ സുലെയും ഒക്കെ പറയുന്നത്. നിതീഷ് കുമാറിനെ ഒഴിവാക്കിയിരുന്നില്ല എങ്കിൽ ഇന്ന് BJP അധികാരത്തിൽ വരുമായിരുന്നു എന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് ചോദിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം യാതൊരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത രാജീവ് ഗാന്ധിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നത്. എന്നാൽ രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ച മുരടിച്ചു എന്ന് മാത്രമല്ല അതിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. നരസിംഹറാവു, മൻമോഹൻ സിംഗ് എന്നിങ്ങനെ പ്രമുഖരൊക്കെ ഭരിക്കാൻ കയറിയപ്പോഴും അതിന്റെ ചരട് പിടിച്ചത് ഒരു കുടുംബം തന്നെയായിരുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവരെയൊന്നും സമ്മതിച്ചതുമില്ല. സോണിയാഗാന്ധി, രാഹുൽ, പ്രിയങ്ക എന്നിവർക്കാണെങ്കിൽ ഭരിക്കാനുള്ള കഴിവുമില്ല. ഇലക്ഷന് പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ നിന്ന് ജയിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ നേതൃസ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയും ഇവരിൽ കാണുന്നുമില്ല. ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെ ഒറ്റിക്കൊടുക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. അരവിന്ദ് കെജ്രിവാൾ ആയാലും MK സ്റ്റാലിൻ ആയാലും പിണറായി വിജയൻ ആയാലും അപമാനം തന്നെയാണ് ഈ സഖ്യത്തിൽ അവരൊക്കെ നേരിടുന്നത്. കോൺഗ്രസിനെ ഒറ്റയ്ക്ക് വിടുക, മറ്റുള്ള BJP വിരുദ്ധ പാർട്ടികൾ ഒരു സഖ്യം രൂപീകരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ രീതിയിൽ ഏറ്റവും നല്ല പോംവഴി.